ശരീഅത്തിന്റെ മതവിധികളിലൂടെ മാത്രം നബിയെ മനസ്സിലാക്കിയാൽ അത് കാഫിയാവുകയുമില്ല. ശരീഅത്ത് തന്നെ ഫുറൂഇയാത്താണ്. നിസ്കരിക്കൽ ഒരു ശാഖാപരമായ കാര്യമാണ്, നോമ്പോക്കൽ ഒരു ശാഖാപരമായ കാര്യമാണ്. അത് ഫുറൂഇയാത്താണ്, അത് ഉസൂലിയാത്തല്ല, ഫുറൂഇയാത്താണ്. നിസ്കാരത്തിലൂടെ നബിയെ മനസ്സിലാക്കുന്നത് എങ്ങനെ? നബിയിലൂടെ നിസ്കാരത്തെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിസ്കാരം നമുക്ക് വലിയൊരു സംഗതിയാവും. കാരണം അത്ര മഹാനായ നബിയാണല്ലോ ഇത് കൽപ്പിച്ചത്. നിസ്കാരത്തിലൂടെ നബിയെ മനസ്സിലാക്കിയാലോ, താടിയിലൂടെ നബിയെ മനസ്സിലാക്കിയാലോ, വലത്തെ കൈമുന്തിക്കലിലൂടെ നബി മനസ്സിലാക്കിയാലോ, തലമറക്കലിലൂടെ നബിയെ മനസ്സിലാക്കിയാലോ ഭീമമായ അബദ്ധമാണ്. നബിയിലൂടെ തലമറക്കലിനെ മനസ്സിലാക്കണം, നബിയിലൂടെ താടി വെക്കലിനെ മനസ്സിലാക്കണം, നബിയിലൂടെ ചെരുപ്പ് ധരിക്കലിനെ മനസ്സിലാക്കണം, നബിയിലൂടെ മോതിരം ധരിക്കലിനെ മനസ്സിലാക്കണം, നബിയിലൂടെ വലത്തേനെ മുന്തിക്കലിനെ മനസ്സിലാക്കണം. അല്ലാതെ വലത്തേനെ മുന്തിക്കലിലൂടെ ആരെ മനസ്സിലാക്കലല്ല. ഇന്ന് ഈ വിദഅത്തിന്റെ കക്ഷികളും അവരെ വഴി പിടിച്ചു കൊണ്ടിരിക്കുന്ന വിവരം കുറഞ്ഞ ചില പണ്ഡിത വേഷധാരികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്നാൽ ശാഖാപരമായ ശരീഅത്തിന്റെ കാര്യങ്ങളിലൂടെ നബിയെ മനസ്സിലാക്കി. അത് വലിയ തെറ്റാണ്. എന്തുകൊണ്ട്? ശാഖാപരമായ കാര്യം അതിനുള്ള സൗകര്യവും ഇംകാനിയാത്തുകളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അത് വാജിബാകൂ. വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ. ഒരു സുജൂദ് പോലും ചെയ്യാത്ത ആളുകൾ ഖബർ നിറഞ്ഞിട്ട് അല്ലാഹു തആല സ്വർഗീയമായ ഹൂറിനെ പറഞ്ഞയച്ച് സ്വീകരിച്ചത് ഇമാം മുസ്ലിം അടക്കം രേഖപ്പെടുത്തിയിട്ടില്ലേ? വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ. ആ സ്വഹാബി ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, നേരം കിട്ടിയില്ല. പക്ഷേ നേരം കിട്ടിയില്ലെങ്കിലും എന്തിനു നേരം കിട്ടി? മുഹമ്മദിയത്തിന്റെ മഹബത്തിൽ ദാഖിലാകാൻ നേരം കിട്ടി. എന്തിനു നേരം കിട്ടിയില്ല? നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല. അത് ഫുറൂഇയാത്താണ്. നിസ്കാരത്തിൽ അയാൾ പ്രവേശിച്ചില്ല. വലം യസ്ജുദു ലില്ലാഹി സജദതൻ വാഹിദ വലം യുമിൻ ബി മുഹമ്മദിൻ മറത്തൻ വാഹിദ എന്ന് പറഞ്ഞാലോ ഫഇന്നഹു കാഫിറുൻ. ഒരു വട്ടം പോലും നബിയെ വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലോ കാഫിറുൻ. വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ, ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലോ എന്ന് ചെയ്യാഞ്ഞു. അതിന്റെ ന്യായം മാത്രം നോക്കിയാൽ മതി. ഇവിടെ ന്യായം പോലും നോക്കേണ്ടതില്ല. ഒരു വട്ടം പോലും നബിയെ വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല നോക്കേണ്ട ആവശ്യമല്ല. എന്തുകൊണ്ടാണെങ്കിലും കാഫിറാണ്. എന്തുകൊണ്ട്? അറിഞ്ഞോ അറിയാതെയോ നബിയിൽ നിന്ന് തെറ്റുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞു തെറ്റിയാലും കുഫറാണ്. അറിഞ്ഞോ അറിയാതെയോ നബിയിൽ നിന്ന് തെറ്റിയാൽ കാഫിറാവും. അറിഞ്ഞു തെറ്റിയാലും കാഫിറാവും, അറിയാതെ തെറ്റിയാലും കാഫിറാവും. അല്ലാഹു കാക്കട്ടെ. അത്ര തന്നെ. അറിഞ്ഞ വിഷം കുടിച്ചാലും മരിക്കും, അറിയാതെ വെള്ളം വിചാരിച്ചാൽ കുടിച്ച് എന്നാലും മരിക്കും. ഒരാൾ ഉസല്ലി ഫർദ് ളുഹ്രി എന്ന് പറയുമ്പോൾ വിഷം കുടിച്ച് ഞാനിതാ വിഷം കുടിക്കാൻ വേണ്ടി നിയത്ത് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞാൽ വിഷം കുടിച്ചാലേ മരിക്കുള്ളൂ. നമ്മൾ നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നറിയോ? റബ്ബറിന് ഈ ആസിഡ് വാങ്ങും. റബ്ബർ ഷീറ്റാക്കുമ്പോൾ ഉറപ്പിക്കാൻ വേണ്ടി ആസിഡ് വാങ്ങും. പാല് ഒരാൾ കൂട്ടാനേ അതിന് നല്ല പച്ച വെള്ളത്തിന് കളറാ. അത് കണ്ടിട്ട് പന എന്ത് ചെയ്ത് അത് ഒടിച്ചു നിൽക്കാം. നീയത്തൊന്നും ചെയ്തില്ല, മരിക്കൂലേ? പറ കുട്ടി. അതാണ് വിഷയം. മുഹമ്മദീയത്തിന് നിസ്കാരമാകണമെങ്കിൽ നീയത്ത് വേണം. മുഹമ്മദീയത്തിനെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ചോദ്യം തന്നെയല്ല. അറിഞ്ഞൊഴിവാക്കിയാലും അറിയാതെ ഒഴിവാക്കിയാലും കഫറാണ്. നിസ്കാരത്തിന് ഇംകാൻ കിട്ടിയില്ല, സൗകര്യം കിട്ടിയില്ല. സൗകര്യം കിട്ടിയില്ലേ എന്നാ ഒരു കുഴപ്പമില്ല. മുഹമ്മദ് നബിയെ വിശ്വസിക്കാൻ സൗകര്യം കിട്ടിയില്ല എന്നാ കഫറാണ്. നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയില്ലേ, എല്ലാം കിട്ടിയില്ല എന്നാ മുഅ്മിനാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? വളരെ ചിന്തിക്ക്. ഇന്ന് ഇവിടെ ഉള്ളവരൊക്കെ ചെയ്യണം എന്താണെന്ന് അറിയാം. ഇന്ന് ബിദ്അത്തിന്റെ കക്ഷികൾ അടക്കം എല്ലാവരും ചെയ്യുന്നത് ശരീഅത്തിന്റെ നിയമത്തിൽ നിന്ന് നബിയെ മനസ്സിലാക്കുകയാണ്. ശരീഅത്തിന്റെ നിയമം കുട്ടി ഫുറൂഇയാത്തല്ലേ? നബിയെ എങ്ങനെയാണോ അസിലായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ശാഖപരമായ കാര്യത്തിൽ നബിയെ മനസ്സിലാക്കലേ? എങ്ങനെയാണ് അത് കുട്ടിയെ? അതെങ്ങനെയാണ്?
എങ്ങനെയാണ് ഒരു രോമത്തിൽ നിന്ന് തലച്ചോറിനെ മനസ്സിലാക്കുക? തലച്ചോറിന് വേണമെങ്കിൽ രോമത്തെ മനസ്സിലാക്കാം. രോമം എന്നത് എല്ലാത്തിൻ്റെയും പുറത്തുള്ള ഒരു നെബത്താണ്, ഒരു സസ്യം മുളച്ചതാണ്. എന്ത്? അപ്പൊ എന്താ അവിടെ ഫാത്തിമ ബീവി എങ്ങനെ പറയാൻ? അസീലിന്റെ മോളാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മോളാണ് ഫാത്തിമ. അപ്പോൾ അവരുടെ അളമത്ത് തിരിച്ചറിയണം. ആ അളമത്ത് ഹബീബാനിയുടെ അളമത്തുമാണ് സല്ലല്ലാഹു പുണ്യ മുഹമ്മദ് മുസ്തഫ. അതാണ് ഫാത്തിമ ബീവിയെ തിരിയാൽ നബിയെ തിരിയലാണ്. ഫാത്തിമ ബീവിയെ മാറ്റപ്പെടുത്താൽ നബിയെ മാറ്റപ്പെടുത്തലാണ്. ഫാത്തിമ ബീവിയെ നിസ്സാരപ്പെടുത്തൽ നബിയെ നിസ്സാരപ്പെടുത്തലാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതാണ് പ്രശ്നം. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ 4-5 ആഴ്ച ഫാത്തിമ ബീവിയെ പറ്റി പറഞ്ഞത്? അത് 2-3 കാരണങ്ങൾ അതിനുണ്ട്. ഒരു കാരണം എന്ത്? ഫാത്തിമ ബീവിയുടെ അളമത്ത് മനസ്സിലാക്കുക എന്നത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ തറവാടിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈ തറവാടോ ഈ സൂര്യൻ അസ്തമിക്കും, ഈ തറവാട് അവസാനിക്കൂല. ഈ ഫാത്തിമയുടെ മക്കൾ ഖിയാമത്ത് നാൾ വരെ അവസാനിക്കൂല. അവർ അവസാനിച്ചാൽ ഇങ്ങനെ ഷട്ടറാണ് തഴുത്തും, കഴിഞ്ഞു, പിന്നെ ഉണ്ടാവില്ല. ലൗലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമ ലയുതവ്വിലുല്ലാഹു ദാലിക അൽ-യൗം വയബ്അതു റജുലൻ മിൻ അഹ്ലി ബൈതി. അന്ത്യനാൾ ഉണ്ടാകാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളതെങ്കിലും അക്രമം നിറക്കപ്പെട്ട ഭൂമിയിൽ ഒരു ശാന്തിയായി ഫാത്തിമയുടെ പൊന്നുമോനെ റബ്ബ് പറഞ്ഞേക്കുകയും തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ എന്ന് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ പോലും ഈ വ്യാഖ്യാനം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുതിമ്മന അല്ലാഹു ഹാദൽ അംറ ബിൽ ഇമാമിൽ മഹ്ദി. ഇതിനെ അല്ലാഹു തആല മഹ്ദി ഇമാമിലൂടെ പൂർത്തിയാക്കും. മനസ്സിലായോ പറഞ്ഞത്? ഇതിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ ലാ ബൈതു മദരിൻ വലാ വബരിൻ ഇല്ലാ ദഖലഹുല്ലാഹു ദീനി. ലാ ബൈതു മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു ദീനി. എന്റെ ദീന് എത്താത്ത ഒരു കുടിലോ കൊട്ടാരോ ഉണ്ടാവൂല. അത് ആയിട്ടേ ഖിയാമത്ത് നാൾ ഉണ്ടാവുള്ളൂ. എല്ലാ ദീനിനേക്കാളും ഇതിനെ വെളിവാക്കി അള്ളാഹ് കാണിച്ചു കൊടുക്കും. അത് അള്ളാഹു കാണിച്ചു കൊടുക്കൽ മഹ്ദി ഇമാമിലൂടെയാണ്, ഫാത്തിമാന്റെ പേരക്കുടിയിലൂടെ എന്ന് ഈ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ പോലും പറയുന്നുണ്ട്. ഇബ്നു കസീറിനെ ഞാൻ ഉദ്ധരിക്കാൻ കാരണം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. ഒരു മുന്തളറായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർത്തീകരിക്കും എന്ന്. ലാ ബൈതു മദരിൻ വലാ വബരിൻ ഇല്ലാ ദഖലഹുല്ലാഹു ദീനി. കുടിലായാലും കൊട്ടാരമായാലും ഈ സന്ദേശം എത്താത്ത ഒരാളും ഉണ്ടാവുകയില്ല. എല്ലാവർക്കും ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ക്ലാസ് തുടങ്ങിയപ്പോ ഇവിടെ അത്ര എത്തിയിട്ടുണ്ട്, പക്ഷെ ആളുകൾക്ക് എത്തിയില്ല. ഒരാൾ അതുകൊണ്ടാണ് കായുമായി അയാൾ എല്ലാവരും ഇവിടെ ദേശം കൊടുത്ത്. അപ്പൊ ഇവിടെ അത്ര ഉണ്ട്. ചില ആളുകൾ കൈ നീട്ടി കൊടുത്തു, ചില ആളുകൾ എന്ത് പറഞ്ഞ് മനസ്സിലായില്ല. ചില ആളുകൾ എന്ത് ചെയ്ത് അത്ര കൊണ്ടുവന്നപ്പോൾ കൈ നീട്ടി കൊടുത്തു. ചില ആളുകളോ എനിക്ക് ജലദോഷം വരും അത്ര വരുത്തിയാൽ ഹാലാസ് പറഞ്ഞു. എന്നാലും അവന് മനസ്സിലായി ഇവിടെ എന്തുണ്ട്, അത്ര ഉണ്ട്. ഹാലാസ് അത്ര ഇല്ല എന്ന് ഒരാൾ പറയാൻ പറ്റില്ല, അത്ര ഉണ്ട്. അതാ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുക. അപ്പോഴത്തിന് കൊല്ലങ്ങൾക്ക് 1000 ചില്ലാന കൊല്ലങ്ങൾ കഴിയും. അത് നാളെ ആകുമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പുതിയ വിവാദം ഉണ്ടാക്കലാണ്. പക്ഷെ അത് നാളെ ആകുമെന്ന കാര്യം എനിക്കറിയാം. ഞാൻ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയുകയല്ല. അതിന് സമയം അടുത്തിട്ടുണ്ടെന്നും എനിക്കറിയാം. അതിനുള്ള സമയവും അടുത്തിട്ടുണ്ട്. അതിന്റെ സമയം അടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്റെ കൂടെ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യേണ്ട കാലമാണ് ഇപ്പോൾ. മുഅ്മിനീങ്ങളെല്ലാം ആ ദുആയിലുമാണ്. അത് ഫാത്തിമാന്റെ പേരക്കുട്ടിയാണ് റളിയല്ലാഹു അൻഹ. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു സമയം ഇവിടെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് ഹാനൽ വക്തുവിന്റെ സമയമായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ അടയാളവും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കുറഞ്ഞ ബാക്കിയങ്ങൾ ബാക്കിയുള്ളൂ. അതിൽ ആ മഹാൻ വരാനുള്ള അടയാളങ്ങൾ ഇനി ബാക്കിയില്ല. ആ മഹാനിന് വന്നാൽ മതി. പക്ഷെ അത് ആർക്കേ കഴിയുള്ളൂ?
മിൻ ഔലാദി ഫാത്തിമ. അപ്പൊ അളമത്ത് ഫാത്തിമാനെ മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. അളമത്ത് ഫാത്തിമയെ ഫാത്തിമാന്റെ മാത്രം മനസ്സിലാക്കണം. ഇത് ഫാത്തിമാന്റെ കുട്ടിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളാകാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും ഭൂമിയിൽ എൻ്റെ ഈ സത്യദീനെ എല്ലാ കുടിലും കൊട്ടാരത്തിലും അതിൽ നിന്ന് നടക്കും. ചിലർ സ്വീകരിക്കാം, ചിലർ എന്തെങ്കിലും ഒരു എതിർ പറയാം, എനിക്കറിയാം സംഗതി സത്യമാണ്, പക്ഷെ ഞാനത് സ്വീകരിക്കുന്നില്ല. ആയിക്കോട്ടെ, അതിലവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടേനോ. പക്ഷെ ഇവിടെ അള്ളാന്റെ കോടതി പോയിട്ട് അവർക്ക് എന്ത് പറയാൻ പറ്റൂല? ഞാൻ എങ്ങനത്തെ വിവരം അറിയില്ല എന്ന് പറയാൻ പറ്റൂല. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സകല ലോകത്തിനും അനുഗ്രഹമായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നിട്ടുണ്ട് എന്ന കാര്യം സമ്പൂർണ്ണമായി അറിയിക്കും ഒരു ആൺകുട്ടി ഇവിടെ വന്നിട്ട്. ആ ആൺകുട്ടി അറിയാത്ത ഒരാൾ ആ അഹ്ലുൽ സമാനിൽ ഉണ്ടാവില്ല. അന്ന് ഭൂമിയിൽ 650 കോടി ജനങ്ങളുണ്ടെങ്കിൽ 650 കോടി ജനവും ആരറിയും? അറിയും. അത്ര വലിയ ആളായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നല്ല അയാളുടെ പേര്, ഉദാഹരണം പറയാം. അയാളെ അറിയാത്തവര് ഉണ്ടാവില്ലല്ലോ. എങ്കിൽ അയാളെക്കാൾ 10,000 ഇരട്ടി, ലക്ഷക്കണക്കിന് ഇരട്ടി ഒരാൾ പ്രസിഡന്റ് ആയാലോ പിന്നെ എങ്ങനെ അറിയാതിരിക്കുക? എന്തിനാ അയാൾ വരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വെളിപ്പെടുത്താൻ, നീതി നടക്കാൻ. എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭൂമിയിൽ വന്നത്? നീതിക്ക് വേണ്ടി. എന്തിനാ ഇയാൾ വരുന്നത്? എന്തിനാ ഫാത്തിമ നിലകൊണ്ടത്? നീതിക്ക് വേണ്ടി. എന്തിനാ അലി നിലകൊണ്ടത്? നീതിക്ക് വേണ്ടി. എന്തിനാ ഇയാൾ വരുന്നത്? നീതിക്ക് വേണ്ടി. എന്തിനാ ഖുർആൻ വന്നത്? നീതിക്ക് വേണ്ടി. നിസ്കരിപ്പിക്കാൻ വന്ന കിതാബല്ല ഖുർആൻ, അത് ഫുറിയാത്താണ്. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط لقد أرسلنا رسلنا بالبينات. വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ഞാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. وأنزلنا معهم الكتاب والميزان. പ്രവാചകന്മാർക്ക് ഞാൻ കിതാബും കൊടുത്തു, തുലാസും കൊടുത്തു. എന്തിനാണ് പ്രവാചകന്മാർക്ക് കിതാബും കൊടുത്തു, തുലാസും കൊടുത്തു? കിതാബ് എന്നാൽ ഇത് ഉള്ളടക്കം, തുലാസ് എന്നാൽ നീതി. എന്തിനാ ഖുർആൻ വന്നത്? നീതിക്ക് വേണ്ടി. എന്തിനാ മുഹമ്മദ് വന്നത്? നീതിക്ക് വേണ്ടി. എന്തിനാ ഫാത്തിമ നിലകൊണ്ടത്? നീതിക്ക് വേണ്ടി. എന്തിനാണ് ഫാത്തിമയുടെ അവസാനത്തെ പേരക്കുട്ടി വരുന്നത്? നീതിക്ക് വേണ്ടി. ഭൂമിയിൽ മുരിഅത്തിൽ അർദു ജൗറൻ വളുൽമ, അന്ന് ഭൂമിയിൽ അക്രമം നിറക്കപ്പെട്ടിരിക്കും. എല്ലാവരും അക്രമം മാത്രം സംസാരിക്കും. ഇന്ന് ഏതൊരു മനുഷ്യന്റെ ഭാഷ അക്രമമാണ് അല്ലേ? സത്യമാണോ പറഞ്ഞത്? ഏതൊരു മനുഷ്യന്റെ ഭാഷയും ഇന്ന് അക്രമമല്ലാത്തൊരു ഭാഷ ഇത് മനുഷ്യൻ സംസാരിക്കട്ടെ. ഇതല്ല കുട്ടി, ഇത് മനുഷ്യൻ സംസാരിക്കേണ്ട ഭാഷയാണോ അക്രമം? മനുഷ്യൻ അക്രമമാണോ സംസാരിക്കേണ്ടത്? മനുഷ്യൻ സാധുക്കളായ മനുഷ്യന്മാരോട് കരുണ കാണിക്കാത്തവർക്ക് എന്താ ഉള്ളത്? എല്ലാവരും അന്ന് ദുർബലന്മാരെ സഹായിക്കല്ലേ വേണ്ടത്? ഭൂരിപക്ഷത്തിന്റെ കൂടെ അല്ലേ ജനങ്ങൾ നിൽക്കേണ്ടത്? നീതി എപ്പോഴും നിൽക്കുക, നീതിയോടുകൂടെയും. കാരണം ന്യൂനപക്ഷം എന്ന നിലയിൽ അവർ നീതിയിൽ നിന്ന് ദുർബലരായിരിക്കും. അപ്പോൾ ഒരു ഭരണാധികാരി ചാഞ്ഞു നിൽക്കുകയാണെങ്കിൽ ചാഞ്ഞു നിൽക്കേണ്ടത് ആരോട് കൂടെയാണ്? കാരണം അവർ പൊതുവെ അവർക്ക് ന്യൂനപക്ഷം എന്ന നിലയിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവരിലുണ്ടാവും. ഞങ്ങളൊന്നിനും പോരാ. അപ്പോൾ മനസ്സിലാവേണ്ട പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഒരു ഭരണാധികാരി നിലകൊള്ളുകയാണെങ്കിൽ നിലകൊള്ളേണ്ടത് ന്യൂനപക്ഷത്തോടു കൂടിയാണ്. വിധികർത്താവ് നിലകൊള്ളുകയാണെങ്കിൽ നിലകൊള്ളേണ്ടത് നീതിയോടുകൂടിയാണ്. സ്വാഭാവികമായ നീതിയിൽ അകറ്റപ്പെടും ആര്? ന്യൂനപക്ഷം. സ്വാഭാവികമായും നീതിയിൽ അകറ്റപ്പെടും എന്ത്? ന്യൂനപക്ഷം. പെണ്ണിനെ വില കൽപ്പിക്കുന്ന കാലഘട്ടമാണ് ഇസ്ലാം പൂർത്തിയായ കാലഘട്ടം എന്ന് ഹബീബ നബി പറഞ്ഞ. എന്താ പെണ്ണിനോട് അനീതി കാട്ടി ജനതയിലേക്കാണ് നബി വരുന്നത്? സർവാഭരണ വിസ്ഭൂഷിതയായ പെണ്ണ് യമന്റെ തലസ്ഥാനം വരെ യാത്ര പോയെന്നാൽ അള്ളാഹ് അല്ലാത്ത ഒരാൾ അവൾക്ക് പേടിക്കേണ്ടി വരില്ല. ആ കാലഘട്ടത്തിലാണ് ഇസ്ലാം പൂർത്തിയാക്കാൻ ഹബീബ നബി പറഞ്ഞില്ലേ? ആ കാലം വന്നില്ലേ? പെണ്ണ് എന്ന് പറഞ്ഞ സ്വാഭാവികമായി അവൾ ദുർബലയാണ്. അവളോട് ബാപ്പ കരുണ കാണിക്കണം, ഭർത്താവ് കരുണ കാണിക്കണം, ജേട്ടൻ കരുണ കാണിക്കണം, അഞ്ചൻ കരുണ കാണിക്കണം. മനസ്സിലായോ പറഞ്ഞത്? പെണ്ണ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ജനിച്ചു, പെൺകുട്ടി മൂത്ത ആൺകുട്ടിയായി ജനിച്ചു, പിന്നെ അതിന്റെ അടിയിൽ ഒരു ആങ്ങളെയും ജനിച്ചു. കാലക്രമേണ ജനിച്ച ആങ്ങളെ പിന്നെ രക്ഷിതാവും ആരുടെ? പെണ്ണിന്റെ. ബാപ്പ മരിച്ചാൽ കെട്ടിച്ചു കൊടുക്കണ്ട ആരാ? ഇവന്. നിങ്ങൾ എന്താ തല കൊടുക്കാത്തത്? എന്തുകൊണ്ട്? പെണ്ണ് എന്നതിൽ അവൾ ദുർബലയാണ്. അതുകൊണ്ടാണ് ഹബീബ നബി എന്ത് പറഞ്ഞത്? ഹലുവ വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ പോലും ആദ്യം ആർക്ക് കൊടുക്കണം? പെണ്ണിന് കൊടുക്കണം. ആദ്യം പെണ്ണിന് കൊടുക്കണം. എന്തുകൊണ്ട്? പെണ്ണ് സ്വാഭാവികമായി ദുർബലയാണ്. അപ്പൊ കിതാബ് എന്തിനാ വന്നത്? നീതിക്ക്.
അപ്പൊ ഖുർആൻ എന്തിനാ വന്നത്? പറ, എന്തിന്? നീതിക്ക്. എപ്പോഴായാലും പൂർത്തിയാവുക? നീതി നടപ്പിലാവുമ്പോ. നിസ്കാരം നടപ്പിലാവുമ്പോഴല്ല. നിസ്കാരം നടപ്പിലാകുമ്പോഴല്ല, നീതി നടപ്പിലാകുമ്പോൾ. അപ്പൊ ഇത് ചിന്തിക്ക്. ഇവിടെ എന്തിനാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോന് ഹബീബ റസൂൽ പറയാൻ ലാ ബൈഅത്തു ബദരിൻ മദരിൻ വലാ വബരിൻ ഇല്ലാ ദഖലഹുല്ലാഹു ദീനി. എന്റെ ദീൻ ഏത് കുടിലും ഏത് കൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാവർക്കും, ഒരാൾക്കും ഞാനിത് അറിയൂല എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാവനല്ല. അതാരാ എത്തിക്കുക? ഫാത്തിമയുടെ പൊന്നുമോൻ റളിയല്ലാഹു അൻഹ. അതിനു വേണ്ടിയാണ് ഇവിടെ ഒരു വിവാഹം നടക്കുന്നത്. ഈ വിവാഹത്തിന് ഹക്കുമായി ബന്ധമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഫാത്തിമയെ തൊടുന്നതിന് മുമ്പ് ഞാൻ വരാതെ തൊട്ടു പോകരുത് റസൂൽ പറഞ്ഞ സംഭവം ഉണ്ടായിട്ട് ഞാൻ പിന്നീട് പറയും. എന്താ അതിലൊക്കെ കാര്യം? മനസ്സിലായില്ല? ഫാത്തിമയെ വിവാഹം ചെയ്തു ആര്? റളിയല്ലാഹു അൻഹു. ആര്? അലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് അലിയാരോട് പറയാണ്, നിങ്ങൾ പരസ്പരം തൊട്ടു പോകരുത് ഞാൻ വരാതെ. എന്നിട്ട് റസൂലുള്ള കയറി വരും. എന്നിട്ട് റസൂലുള്ള ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതൊന്നും ലോകത്തൊരു ഭർത്താവ് വാപ്പാക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതെന്താ? ഇത് വേറൊരു കുടുംബാണ്. ഞാൻ പറയുന്നുണ്ട്. മനസ്സിലായില്ല? നമ്മൾ അങ്കായത്തുക്കാർന്നു. ആര് പറയണ? ആര്? ബാപ്പ. അപ്പം പുതിയ അപ്പഴ നിന്ന് പറഞ്ഞു, എന്ത്? കബിൽത്തു മിൻക നിക്കാഹ. കഴിഞ്ഞ് ഇനി തൊടാൻ പാടില്ല. പോയി ഞങ്ങൾ ഓണി നോക്കി. നല്ല അറിയാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇനി ഇയാള് കുടുങ്ങി. മനസ്സിലായില്ല? എന്ന് അങ്ങോട്ടും പറഞ്ഞ് കബിൽത്തു മിൻക നിക്കാഹന്ന് ഇയാള് ഓൻ ഇങ്ങോട്ട് പറഞ്ഞ് രണ്ട് സാക്ഷി കേട്ട. കഴിഞ്ഞ് വർത്താനം കഴിഞ്ഞ്. ഇനി വർത്താനല്ല, കഴിഞ്ഞ് വിഷയം കഴിഞ്ഞ്. ഇനിയിപ്പൊ കാര്യം ആരെ കയ്യിലായി? പറകുട്ടി ആരെ കയ്യിലായി? അവന്റെ കയ്യിലായി. ഇനി ഇവന്റെ പിന്നിൽ എരന്ന് നടക്കണോ? ഒന്ന് തൊലാക്കിൽ തരും എന്റെ കുട്ടിനെ. ഞാൻ ഇപ്പൊ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. പിന്നെയും നടക്കണം. ഇതുവരെ ഇയാളെ വീട്ടിന്റെ മുന്നോടെ ചെരുപ്പ് തെച്ചിപ്പോ നടക്കിയിരുന്നു. എന്ത് പറയടാ കുട്ടി? കെട്ടിച്ചേരുവോ എന്ന് വെച്ചിട്ട്. കെട്ടിച്ചേരുമെന്ന് ചോദിച്ചിട്ട് ചെരുപ്പ് തേച്ച് നടക്കണേ, അതിനൊക്കെ ഒരു വെയിറ്റ് ഉണ്ട്. നേരെ മറിച്ച് ഇത് തൊലാക്ക് ഒഴിവാക്കി തരും. പെണ്ണിന്റെ മോളെ തൊലാക്കെന്ന് തരുമെന്ന് വെച്ചിട്ട് കാലിന്റെ ചെരുപ്പ് തേച്ച് നടക്കുക. കാര്യം ആർക്ക് അധികാരം? അവന്റെ അധികാരല്ലേ. എന്നാൽ അമ്മോശാക്ക പറയാ, തൊട്ടു പോകരുത്, ഞാൻ വരണം. എന്നിട്ട് ഹബീബായ നബി വരും. എന്തുകൊണ്ട്? ഇവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് വേറൊരു കുടുംബത്തിന് സുന്നത്തില്ല. അമ്മോശാക്ക രാത്രി പോയിട്ട് അവരെ മേലെ ബർക്കത്ത് ഓതിയിട്ട് വെള്ളം തെളിക്കേണ്ട സുന്നത്ത് എവിടെയെങ്കിലും ഉണ്ടോ? എന്നാ അത് നബി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പൊതുവേ സുന്നത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഇത് സാധാരണ കുടുംബമല്ല. ഈ കുടുംബത്തിന് നീതിമാർ ജനിക്കേണ്ടതുണ്ട്. ഈ കല്യാണം നീതിക്ക് വേണ്ടിയാണ് താനും. ഇത് നീതിയുടെ കിതാബാണെങ്കിൽ നടപ്പിലാക്കാൻ ഇവിടെ നീതിമാന്മാര് വേണം. അതിന് ലക്ഷണത്തെ പെണ്ണാണ് ആര്? ഫാത്തിമ. എന്നാ ഹബീബ നബിക്ക് വേറെയും കുട്ടികളുണ്ട്. അവർക്ക് ഇത് അർജയില്ലാനും തിരിഞ്ഞിട്ടില്ല. ഹബീബ റസൂലുള്ളാഹിക്ക് റുഖയ്യ എന്ന പേരിൽ മോളുണ്ടല്ലോ. ഉമ്മു കുൽത്തും എന്ന പേര്. മനസ്സിലായി? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് എന്ന പേരിൽ മോളുണ്ടല്ലോ. മനസ്സിലായില്ലേ പറഞ്ഞത്? അവർക്ക് മനസ്സിലായില്ലേ? ആ സ്ഥാനമല്ല ആർക്കുള്ളത്? ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അത് വേറെയാണ്. വേറെയും പെൺകുട്ടിയെ ആർക്കുണ്ട്? ഹബീബ റസൂലുള്ളാഹിക്ക് വേറെയും പെൺകുട്ടിയുണ്ട്. മുസ്തഫ നബിക്ക് വേറെയും പെൺകുട്ടിയുണ്ട്. പക്ഷെ ആ പെൺകുട്ടിക്കൊന്നുമുള്ള സ്ഥാനമല്ല ആരുടേത്? ഫാത്തിമയുടെ സ്ഥാനം അങ്ങനെയല്ല, വേറെയാണ്. എന്നാ ഫാത്തിമ ഹബീബ റസൂലുള്ള മോളായത് പോലെയല്ലേ മറ്റുള്ളവരൊക്കെ റസൂലുള്ളാഹിന്റെ മോളായത്? ആണ്. പക്ഷെ അവരിൽ ഇങ്ങനെ ഒരു സ്ഥാനം അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. അവർ സ്ഥാനികളല്ലേ? ആണ്. അവർ സ്ഥാനികളല്ലേ? ആണ്. പക്ഷെ ആരുടെ സ്ഥാനല്ല? എന്തുകൊണ്ട് സ്ഥാനല്ല? എന്തുകൊണ്ടില്ല? ഈ കിതാബിനെ നടപ്പിലാക്കേണ്ട റിജാല് വരേണ്ടവർ അവരല്ല, ഫാത്തിമയുടെ മക്കളാണ്. വെറുതെ ആളെക്കൂട്ടൽ നബിയുടെ ലക്ഷ്യമല്ല. പിന്നെയോ ഈ കിതാബിനെ ഭൂമിയിൽ നടപ്പിലാക്കാനാ നബി വന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്ത് അക്രമം നടക്കുമ്പോൾ നിറക്കപ്പെടുമ്പോൾ ലോകത്തോട് കരുണ കാണിക്കാനാ നബി വന്നത്. ആ കരുണ നടപ്പിലാക്കേണ്ടത് ഫാത്തിമയുടെ മക്കളാണ്. അവർക്കേ ആ കരുത്തുള്ളൂ. അതിന് ലക്ഷണമൊത്തിയ ഒരു ഭർത്താവിനെ കിട്ടിയ ആര്? സയ്യിദുനാ അലി. ചിന്തിക്ക്. 2
പ്രകാശമുള്ള ആളാണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ. ഒരു മോളെ കല്യാണം കഴിച്ച് അത് മരിച്ച്, രണ്ടാമത്തെ മോളെ കല്യാണം കഴിച്ച്. അപ്പൊ 2 പ്രകാശം കിട്ടിയ ആളാണ് ആര്? സയ്യിദുനാ ഉസ്മാൻ. എന്നാൽ നസ്ലിൽ ഈ സ്ഥാനം ഉസ്മാൻ ഇല്ലല്ലോ. പരമ്പര നിലനിർത്തുന്നതിൽ ഈ സ്ഥാനം ആർക്കില്ല. എന്താണ് കുട്ടികളെ നിങ്ങൾ ചിന്തിക്കാത്തത്? എന്തുകൊണ്ട്? നസ്ലിനെ നിലനിർത്തുക എന്ന കാര്യത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചത് ആരെയല്ല? ഉസ്മാനെയല്ല, അലിയെയാണ്. അതൊരു നേരാണ്. അതിൽ എന്തിനെ പ്രയാസപ്പെടുന്ന കാര്യമുണ്ട്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതിന്റെ അർത്ഥം ഉസ്മാൻ മഹാനല്ല എന്നല്ല, ആണ്. ഒരു നിലയ്ക്ക് അലിയേക്കാൾ ഒരു, മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട ഖിലാഫത്തിന്റെ വീക്ഷണവും മറ്റുള്ള ഫضലുകളും തെരഞ്ഞു നോക്കിയാൽ ഫضലിൽ 3ാമത്തെ ആളാണ് ആര്? സയ്യിദുനാ ഉസ്മാൻ തന്നെ. ഒരു തിരക്കും അഭിപ്രായ വിഷയത്തിലില്ല. പക്ഷേ ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്ത് മുസ്ലിമത്തിന്റെ അകക്കാമ്പായ പരിശുദ്ധമായ അതില്, സത്യം, ഹക്ക്, അതില്, മനസ്സിലായില്ലേ? റഹ്മത്ത് പോലെയുള്ള മനുഷ്യകത്തെ നിലനിർത്തേണ്ട അവിഭാജ്യ ഘടകങ്ങൾ അത് ഖിയാമത്ത് നാൾ വരെ പകരക്കാരായി നിലനിർത്താൻ നിശ്ചയിച്ചവരുടെ ബാപ്പ ആരല്ല? ഉസ്മാൻ അല്ല കുട്ടി, അത് അലിയാണ്. ഇത് മനസ്സിലാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്? നബി എന്തിനാ വന്നത്? നീതിക്ക്. അപ്പോൾ നബിക്ക് ശേഷം ഇവിടെ നടപ്പിലാക്കാൻ നബി ഏറ്റവും ആഗ്രഹിക്കുന്ന എന്താ? നീതി. നബി എന്താ സംസാരിച്ചത്? സത്യം. നബിക്ക് ശേഷം സംസാരിക്കപ്പെടാൻ നബി ഏറ്റവും ആഗ്രഹിക്കുന്ന എന്താ? സത്യം. നബി എന്തിനാ വന്നത്? കരുണക്ക്. നബിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന എന്താ? അക്രമം. നബി ഏറ്റവും ആഗ്രഹിക്കുന്ന എന്താ? കരുണ. അപ്പോൾ നബിക്ക് ശേഷം നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കരുണ. അത് നടപ്പിലാക്കേണ്ടവർ ആരാണ്? ഉസ്മാന്റെ മക്കളല്ല. ആരുടെ മക്കളാണ്? അലിയുടെ മക്കളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് നീതിമാനല്ലേ? ആണ്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മക്കളല്ല ലോകത്ത് നീതി നടപ്പിലാക്കേണ്ടത്. ഉമർ നീതിമാൻ തന്നെ. ഈ ഉമ്മത്തിലെ 2ാം പ്രധാനിയാണ് സയ്യിദുനാ ഉമർ. പക്ഷേ ഖിയാമത്ത് നാൾ വരെ നീതി നടപ്പിലാക്കാൻ ആരെ നിശ്ചയിച്ചിട്ടില്ല? ഉമറിനെ നിശ്ചയിച്ചിട്ടില്ലാണ്. അലിയാണ്. ആ അലിയാണടാ ഹൈദർ അലി. അത് ഉമറിന്റെ പേരക്കുട്ടിയല്ല, പിന്നെ അലിയുടെ പേരക്കുട്ടിയാണ്. അത് നീതിയുടെ പ്രതീകമാണ്, കരുണയുടെ പ്രതീകവുമാണ്. ഒരു വിഷയം ഉണ്ടായ പായണ കൊടുക്കാണല്ലോ ആരടുത്തേക്ക്? സിദ്ദീഖുൽ അക്ബർ മഹാനല്ലേ? ആണ്. പക്ഷേ പുണ്യ റസൂൽ വന്നതെന്തിന്? നിസ്കരിപ്പിക്കാനല്ല. നിസ്കരിച്ചു. നീതിമാന്മാർ. നോമ്പൽപ്പിക്കാനല്ല, പക്ഷെ നോമ്പോറ്റു. നീതിമാന്മാർ. ഹജ്ജ് ചെയ്യാനല്ല. നബിയുടെ മുമ്പ് ഇവിടെ ഹജ്ജ് ഉണ്ടല്ലോ. നബി വന്നത് എന്തിനല്ല? ഹജ്ജിനല്ല. പക്ഷെ ഹജ്ജ് ചെയ്തു. ആര്? പറ. നീതിമാന്മാർ. മനസ്സിലാണോ പറഞ്ഞത്? സക്കാത്ത് കൊടുത്തു. പക്ഷെ സക്കാത്ത് കൊടുക്കൽ മാത്രമാണ് നബി ലക്ഷ്യം. അതിനാണ് നബി വന്നതല്ല. പക്ഷെ സക്കാത്ത് കൊടുത്തു. ആര്? നീതിമാന്മാർ. ഭരണാധികാരിയാകലാണോ നബിയുടെ ലക്ഷ്യം? അല്ല. പക്ഷെ ഭരണാധികാരിയായി ആര്? നീതിമാന്മാർ. ഇമാമത്തിൽ നിന്നോ നീതിമാന്മാർ. നബി എന്തിനാ വന്നത്? നീതിക്ക്. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ഒരു പരമ്പര വേണം. ആ പരമ്പരയുടെ ഉമ്മാണാര്? ഫാത്തിമ. വേറെ പെൺകുട്ടികളല്ലേ? ഉണ്ട്. അവർക്ക് ആ ദർജയില്ല. അവർ സ്വർഗത്തിലല്ലേ? അതെ. അവർക്ക് സിറാത്ത് പാലങ്കടത്തൂടെ കിടക്കാം. പക്ഷേ ഫാത്തിമ കിടക്കൂ. എന്റെ നബി ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഫാത്തിമയുടെ മക്കൾ കൊണ്ടാണ് കൊണ്ടുവരിക. അതെന്ത് അങ്ങനെയായത്? അത് അല്ലാഹു അലം. അതിന് അല്ലാഹു തആല ഫാത്തിമയെ തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? അല്ലാഹു അലം. അത് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ എന്നാ പറയാ. എന്തിനാണ് ഫാത്തിമയിൽ ഈ സിറുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞാൽ പിന്നെ ഞാൻ ആരാവില്ല? കോഴിക്കോട്ടെ ക്ലാസ് എടുക്കുന്ന ആളാവില്ല. പിന്നെ ഞാൻ റഹ്മത്തുള്ളാഹി എന്നായിരിക്കും എന്നെ പറയേണ്ടി വരിക. അതെനിക്കറിയില്ലല്ലോ. പക്ഷെ അത് അങ്ങനെയാണ്. എന്റെ വേറെ ഹദീസ് പറഞ്ഞൂടെ? റസൂലുള്ളാഹിന്റെ മക്കളൊക്കെ കിടക്കട്ടെ, എന്നിട്ട് മതി. അതിന് മുമ്പ് ആൺകുട്ടികളുണ്ടല്ലോ, വേറെ ഉണ്ടല്ലോ. ഇബ്രാഹിം എന്നൊരു കുട്ടിയില്ലേ ഹബീബായ റസൂലുള്ളാഹിക്ക്? ഖാസിം ഇല്ലേ? അബ്ദുള്ളല്ലേ? പിന്നെ എന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരന്നെ അബുൽ ഖാസിം എന്നാണല്ലോ. അപ്പൊ റസൂലുള്ളാഹിക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടല്ലോ. എന്ത് ഖാസിം? വലിയവരല്ലേ? ആണുങ്ങളല്ലേ ആദ്യം പോകേണ്ടത്? ഒരു ദക്കരി മിസ്ലു ഹർലിൽ ഉൻസൈനി. പെണ്ണിനേക്കാൾ 2 ഇരട്ടി സ്ഥാനല്ലേ ആർക്കുള്ളത്? ആണിനുള്ളത്. അപ്പൊ ആദ്യം ഖാസിം കിടക്കുക. പിന്നെ മനസ്സിലായില്ല? എടാ, നിസ്കാരം എന്ന ഫുറൂഇയാത്തിന്റെ കണക്ക് എങ്ങനെ? ആദ്യം വന്നൊരു ആദ്യം നിൽക്കുക, രണ്ടാമത് നിൽക്കുക. അപ്പൊ നിങ്ങൾ ഇത് ചിന്തിക്ക്. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ ഫുറൂഇയാത്ത് കിടന്ന് കളിക്കല്ല നമ്മൾ വേണ്ടത്.
ഇവിടെ അടിസ്ഥാനം എന്താ നമ്മൾ മനസ്സിലാക്കണം. അത് ഫാത്തിമാക്കാണ് അല്ലാഹു തആല ദർജ കൊടുത്തത്. എന്തിനാണ് ദീന് വന്നത്? എന്തിനാ? സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞു കൊടുത്തേ ആൺകുട്ടികളുടെ റസൂലാക്കുണ്ടല്ലോ ആ സിറാത്ത് കിടക്കേണ്ടത്. അപ്പൊ അള്ളാഹ് പറഞ്ഞുകൂടായിരുന്നോ ആൺകുട്ടികൾ ആദ്യം പോട്ടെ, നിങ്ങൾ പെൺകുട്ടികളൊക്കെ വലിയ വലിയ കൂട്ടുകാരനെ പക്ഷെ ലാസ്റ്റ് പോയാൽ മതി. എന്റെ അങ്ങനെ കൊണ്ടിരുന്നു? അങ്ങനെയല്ലല്ലോ. ആദ്യം കാസിം കിടക്കട്ടെ, പിന്നെ അബ്ദുള്ള കിടക്കട്ടെ. പിന്നെ സൂര്യഗ്രഹണം പോലും ഗ്രഹണം ഉണ്ടായപ്പോൾ പോലും ആളുകൾ എന്ത് പറഞ്ഞു? ഇബ്രാഹിം മരിച്ചിട്ടാണ് ഗ്രഹണം ഉണ്ടായതെന്ന് വരെ ജനം ധരിച്ചു. അത് നബി തിരുത്തി. എങ്കിലും അത്രയും ഷറഫാക്കപ്പെട്ട കുഞ്ഞുമോനായ ഒരു കുട്ടിയുണ്ടല്ലോ റസൂലുള്ളാഹിക്ക്. എന്ത് ഇബ്രാഹിം മാരിയത്തിൽ നിന്ന് ഈ കുട്ടിയല്ലേ അത്രയും ഷറഫാക്കപ്പെട്ട കുട്ടിയല്ലേ ഇബ്രാഹിം? റസൂലുള്ളാഹി ഇബ്രാഹിം മരിച്ചപ്പോൾ റസൂലുള്ളാഹി വളരെ ദുഃഖിക്കുന്നുണ്ട്. എന്നിട്ട് ഇബ്രാഹിമാണ് സ്വർഗത്തിലെ സിറാത്ത് പാലത്തിൽ ആദ്യം കിടക്കുന്ന? അല്ല, ആരാ കിടക്കുക? ഫാത്തിമ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുന്ന കാര്യം, അള്ളാഹു നബിയിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹ് തെരഞ്ഞെടുത്ത പെണ്ണ് ആരാണ്? ഫാത്തിമയുടെ മക്കളിലൂടെയാണത്. അതിനെന്താണ് ഫാത്തിമയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്നത് രഹസ്യമാണ്. അവിടേക്ക് നമ്മൾ എത്താൻ പാടില്ലല്ലോ. അത് നമുക്ക് എങ്ങനെയാ കഴിയുക? അത് നമുക്ക് അറിയില്ലല്ലോ. നിങ്ങളൊക്കെ ദർസ് പഠിച്ചിട്ടുണ്ടാവും, ഞാനും ദർസ് പഠിച്ചു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്, ഞാൻ 10-15 അങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ രഹസ്യം എന്താണ്? അറിയില്ല. അതെന്താ കാരണം? അറിയില്ല. അതെന്താ കാരണം? അറിയില്ല. അങ്ങനെ അതൊക്കെ വേറെ എന്തെങ്കിലും ഇതിന്റെ രഹസ്യം ഉണ്ടാവും, അത് നമുക്കറിയില്ല. അല്ലെ, അത് നമുക്ക് അറിയൂല. എന്താണ് വേറെ കുട്ടികൾ ഉണ്ടായിട്ടും ഫാത്തിമ ബീവിനെ തെരഞ്ഞെടുത്തത്? അത് നമുക്ക് അറിയൂല. പക്ഷെ നമ്മൾ കാര്യം അറിയും, അത് തെരഞ്ഞെടുത്തത് ആരെയാണ്? ഫാത്തിമനെ. അപ്പൊ അവരെ നമ്മൾ മാനിക്കണം, അവരെ മഹത്വം നമ്മൾ മനസ്സിലാക്കും വേണം. ബാക്കി നമുക്ക് അവിടുന്ന് അറിയാം, അറിയാതിരിക്കാം. പക്ഷെ കാര്യം ഇതന്നെയാണ്. ഇന്ന് വേറെ പെൺകുട്ടികളുടെ മക്കൾ ലോകത്തുണ്ടാകാം, അവർക്ക് ഷറഫില്ല ഉണ്ട്. പക്ഷെ ആരുടെ ഷറഫില്ല? ഔലാദ് ഫാത്തിമാന്റെ ഷറഫില്ല. കരിമ്പണം മൂടിയത് വേറുള്ളവരെ മക്കളെ അല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? വേറുള്ള മക്കളെ അല്ല റസൂലുള്ള കരിമ്പടം മൂടിയിട്ടുള്ളത്. ആരെയാണ്? വേറുള്ള പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ റസൂലുള്ള കരിമ്പടം മൂടിയിട്ടില്ല. കരിമ്പടം മൂടിയത് ആരെയാണ്? ഫാത്തിമനെയും മക്കളെയാണ്. ഇതേ കരിമ്പടത്തിന്റെ പണി കുറച്ച് നേരത്തെ തുടങ്ങുന്നു. വേറെ പെൺകുട്ടികളുണ്ടായപ്പോ ആ കൂട്ടത്തിൽ എടുത്തുകൂടായിരുന്നു കരിമ്പടം? കരിമ്പടം ഫാത്തിമയിലാ വരുന്നത്. കരിമ്പടത്തിന്റെ ആളുകളാണ്, അവരെയാണ് അല്ലാഹു തആല ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. അവരെ അല്ലാഹു തആല ശുദ്ധീകരിക്കാൻ അതാരാണ് നബി എന്ന് ചോദിച്ചോ പറഞ്ഞു, അത് ഈ ആളുകളാണ്. അലിയും ഫാത്തിമ ഹസൻ ഹുസൈൻ വഔലാദുഹും ഇലാ യൗമിൽ ഖിയാമ. അവർ ശുദ്ധീകരിക്കപ്പെട്ട ആളുകളാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ ഫാത്തിമ ബീവിയുടെ ഈ അളമത്ത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പരമ്പരയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ പരമ്പര ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അത് നിലനിന്ന പോലെ അളമത്തിലൂടെ നിലനിൽക്കണം. ഉസ്താദ് ഉണ്ടായാൽ പോലെ ഉസ്താദിനെ ഉസ്താദായി മനസ്സിലാക്കിയിട്ട് ഉസ്താദ് ക്ലാസ്സിൽ ഉണ്ടാവണം. മനസ്സിലായില്ല? ഉസ്താദിനെ മനസ്സിലാക്കിയ പോലെ ഉസ്താദിനെ ആരായി മനസ്സിലാക്കണം? ഉസ്താദായി മനസ്സിലാക്കണം. മനസ്സിലായില്ല? പലരും വരും, അതൊന്നും നിങ്ങൾക്ക് ഉപകരിക്കൂല. ഉസ്താദിനെ ഉസ്താദായി മനസ്സിലാക്കണം. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്ക്. ഉസ്താദിനെ ഉസ്താദായി മനസ്സിലാക്കണം. ഒരു കല്യാണപ്പേരയിൽ 1000 ആണുങ്ങൾ ഉണ്ടാകാം. നല്ല കോട്ടും സൂട്ടിട്ടവരെന്നുണ്ടാവാം. മനസ്സിലായില്ല? ചിലപ്പോൾ മറ്റവനെ എന്ത് പറയും ചെയ്യുന്നുണ്ടാകാം. കോട്ടും സൂട്ടൊക്കെ ഇട്ട് നടന്നു വരുമ്പോ ഒരുത്തനെ കണ്ടിട്ടുണ്ടാവാം. ചാവിലെ വല്ല കോട്ടിട്ട് കല്യാണം, ഏതോ അന്തർമാന്റെ കല്യാണത്തിന് നിൽക്കുമ്പോ ഞാൻ പറഞ്ഞേ, എന്താ പുതിയാപ്പിളെ? മനസ്സിലായില്ല? എന്ത് പറഞ്ഞ്? കോട്ടും സൂട്ടും കണ്ടപ്പോ എന്ത് പറഞ്ഞ്? എന്താ പുളിയാപ്പിളെ? അതുകൊണ്ട് ഓൻ പുതിയാപ്പിള ആവൂല. മനസ്സിലായില്ല? അവിടുത്തെ വിശിഷ്ട കഥാപാത്രം അവനല്ല. അവൻ അവിടെ മനസ്സിലായില്ല? അവൻ അവിടെ പുതിയാപ്പിളയുടെ കോലത്തിലുള്ള ഈ കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും നാളെ നടക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു കല്യാണത്തിന് പുതിയാപ്പിളിനൊപ്പം പോയപ്പോൾ പുതിയാപ്പിളട്ട അതേ സീസ് കോട്ട് ഇയ്യും വാങ്ങിയിട്ട് തുന്നപ്പണിന്ന് തുന്നിച്ചിട്ട് ഇയ്യും പുതിയാപ്പിളിനൊപ്പം പോയാൽ ജനങ്ങൾ പറയാ കോമാളി എന്നാണ്. എന്തുകൊണ്ട് കുപ്പായിട്ടതുകൊണ്ട് പുതിയാപ്പിളയാവൂല? ഭർത്താൻ പറഞ്ഞോണ്ട് പുതിയാപ്പിളയാവൂല. പുതിയാപ്പിളയാകണം. അള്ളാഹു ആ പടത്തിലേക്ക് അവനെ നിശ്ചയിക്കണം. അള്ളാഹ് നിശ്ചയിച്ചത് നാട്ടിൽ നടപ്പിലാക്കുള്ളൂ. നാട്ടുകാർക്ക് ഇല്ല പറയണോ? എന്റെ വന്ന് നോക്കിയിരിക്കണേ. നിങ്ങൾ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. ആര് നിശ്ചയിക്കണം? അള്ളാഹു നിശ്ചയിക്കണം.
ചിലപ്പോൾ പുതിയാപ്പിളക്ക് കോട്ട് ഉണ്ടാവില്ല, ഒപ്പം പോയാലാണ് കോട്ട് ഉണ്ടാവുക. അങ്ങനെ പറയാലോ. ഏതോ ഒരു അന്തർമാന് ഗൾഫിൽ നിന്ന് കോട്ടും കൊണ്ടാ വന്നത്, മനസ്സിലായില്ലേ? വേറെ ഏതോ ഫൈസലിന്റെ കല്യാണത്തിന് പോയപ്പോൾ ഫൈസലിന് കോട്ടൊന്നുമില്ല, ഓൻ സാധുവായ മനുഷ്യനാണ്, മനസ്സിലായോ? അങ്ങനെ കല്യാണത്തിന് പടത്തിലിരിക്കുമ്പോൾ കൂടെ വന്നവൻ എന്തുണ്ട്, കോട്ടുണ്ട് എന്ന് വിചാരിച്ച് അമ്മോശാക്ക അങ്ങോട്ട് കൈ നീട്ടോ, നീട്ടിയ അമ്മോശാക്കാനെ വള്ളിന് പറ്റോ? നീ അമ്മോശാക്ക നീട്ടി അപ്പം കൈ നീട്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കോടുള്ളവര് വീട്ടുവോ? എന്ത് ഇവിടെ കാര്യം മനസ്സിലാക്ക്. എന്താ കാര്യം? അള്ളാഹു നിശ്ചയിച്ചത് അവരെയാണ്. എന്തുകൊണ്ട്? അള്ളാഹു ആലം. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഈ ഖുർആൻ നടപ്പിലാക്കാൻ ഫാത്തിമാന്റെ മക്കളെ തെരഞ്ഞെടുത്തു. റസൂലുള്ളാഹിക്ക് വേറെ മക്കളുണ്ട്. ആ പരമ്പര നിലനിർത്തിക്കൂടായിരുന്നോ? നിലനിർത്തിയില്ല. ഇന്ന് അള്ളാഹ്ക്ക് നിലനിർത്താൻ കഴിയില്ലേ? പാപ്പല്ലാതെ നിലനിർത്തിയിട്ടില്ലേ അള്ളാഹു തആല? പാപ്പിമ്മില്ലാതെ പടച്ചിട്ട് കോടാനക്കോടി ജനങ്ങൾ നിലനിർത്തിയ അള്ളാഹു തആലക്ക് എന്ത് വേറെ ഒരു പെണ്ണിന് മക്കളുണ്ടാക്കി നിലനിർത്താൻ എന്ത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതെന്തുകൊണ്ട്? അതൊരു രഹസ്യമാണ്. ആ രഹസ്യം നാളെ മനസ്സിലാവും, ഇപ്പോൾ മനസ്സിലാവില്ല. ആ രഹസ്യമായിരിക്കാം നമ്മുടെ ഈമാന്റെയും കുഫ്റിന്റെയും ഇടയിലുള്ള വ്യത്യാസം. തിരിഞ്ഞിട്ടില്ല. 10 മുക്കുപണ്ടം കൊടുത്ത് 5 സ്വർണം കൊടുത്ത് തമ്മിൽ ഇങ്ങനെ കലശമേനിയാക്കിയിട്ട് ഇങ്ങനെ ആക്കി സ്വൈറഫിയായ ലോഹത്തിനെ സ്വർണവും മുക്കും അറിയുന്ന ഒരാൾ എന്ത് ചെയ്ത് 5 ആളെ ഇരുത്തി 10 ആളെ ഇരുത്തി. മനസ്സിലാണ്ട് പറഞ്ഞത്? എന്നിട്ട് അവരെ കയ്യിലേക്ക് ഇതിന് കാണിച്ചു കൊടുത്ത്. എന്ത് കാണിച്ചു കൊടുത്ത്? 10 മുക്കിന്റെ കഷ്ണവും 5 സ്വർണത്തിന്റെ കഷ്ണവും അങ്ങനെ കാണിച്ചു കൊടുത്ത്. ഇതിലൊരു രഹസ്യമുണ്ട്, ഇതൊരു പരീക്ഷണാണ്. ചില ആളുകൾ എന്ത് ചെയ്ത് ഇരിക്കണ 10 ആളുകൾ ഇരിക്കാവൂലെന്ന് പറഞ്ഞ് മാറിയിരുന്ന്. ചില ആളുകൾ എന്ത് ചെയ്ത് സ്വർണത്തിനേക്കാൾ മുക്കിന്റെ ശോഭ കണ്ടിട്ട് മുക്കുമ പിടിച്ച്. എന്നാൽ രഹസ്യമറിയുന്നവൻ 5നെ തെരഞ്ഞെടുക്കും, അവൻ വിജയിക്കും ചെയ്യും. ഞാൻ നേരത്തെ തന്നെ ഈ 10 എണ്ണം മുക്കാണ് 5 എണ്ണം സ്വർണ്ണാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവാർഡിന് ചാൻസ് ഉണ്ട്. എന്താണ് ഇവിടെ? എന്താണ് മനസ്സിലായില്ല? 10 എണ്ണം മുക്കാണെന്നും 5 എണ്ണം സ്വർണമാണെന്നും സൈറഫിയായ ലോകങ്ങൾ തിരിച്ചറിയുന്ന ആൾ നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്താൽ ഇവിടെ എന്തില്ലല്ലോ? അവാർഡ് ഉണ്ടോ? പറയണ കുട്ടി, ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, അവാർഡ്. മനസ്സിലാണ്ടോ? ഈ അവാർഡിന് ഒരാൾ അർഹനാവുക അതൊരു പരീക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് അല്ലാഹുവിന്റെ ഒരു രഹസ്യമാണ്. ഈ കുടുംബത്തിന്റെ പ്രത്യേകത. ചിലർ സ്വീകരിക്കും, ചിലർ തിരസ്കരിക്കും. ചിന്തിക്ക്. കുടുംബങ്ങളുടെ കുടുംബം അതാണ്. സാധാരണയായി വിവാഹത്തിന്റെ ഖുതുബയിൽ ചൊല്ലാറുള്ള എല്ലാ വിഭാഗവും പറയാറുള്ള ആയത്ത്, ബഹുമാനപ്പെട്ട ഫുർഖാനിലെ ആയത്ത്, ഈ പെണ്ണിനെ ആ പുരുഷനുമായി കെട്ടിച്ച പറക്കലാണ്. ഇനി എന്റെ ബാക്കി ആലോചിച്ച് നോക്കാം. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഏതായത്ത്? ഇന്ന് നമ്മൾ നിക്കാഹിന് ഓതുന്ന ആയത്ത്. ഏത്? വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറാ ഫജഅലഹു നസബൻ വസിഹ്റാ വകാന റബ്ബുക ഖദീറാ. വഹുവല്ലദീ അല്ലാഹു ഒരുത്തനാണ്, ഖലഖ അവൻ സൃഷ്ടിച്ചു, മിനൽ മായി വെള്ളത്തിൽ നിന്ന്, ബശറൻ മനുഷ്യനെ, ഫജഅലഹു എന്നിട്ട് മനുഷ്യൻ അല്ലാഹു ഉണ്ടാക്കി കൊടുത്തു, നസബൻ കുടുംബ ബന്ധവും, വസിഹ്റൻ വിവാഹ ബന്ധവും ഉണ്ടാക്കി കൊടുത്തു. വകാന റബ്ബുക ഖദീറാ റബ്ബ് എന്തിനും കഴിവുള്ളവനാണല്ലോ. വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ പടക്കണ വർത്താനം പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? എന്താണ് നിങ്ങൾ പറഞ്ഞില്ല? ഞാൻ അത്ഭുതമുള്ള വർത്താനം പറഞ്ഞത്. വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ പടക്കുന്ന വർത്തമാനം പറയുന്നത് ഫാത്തിമ ബീവിയെ കെട്ടിക്കുമ്പോഴാണ്. അപ്പോൾ ജിബ്രീൽ ഫാത്തിമ ബീവിയെ കെട്ടിക്കാൻ വേണ്ടി, അലിയാരെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ കൊണ്ടുവരുന്ന ആയത്താണ് ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫുർഖാനിന്റെ 54-ാമത്തെ ആയത്ത്. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറാ വെള്ളത്തിൽ നിന്ന്. ഏതായി വെള്ളം? പുരുഷന്മാരിന് തെറിച്ചു പുറപ്പെടുന്ന വെള്ളം. അപ്പൊ വേറെ ഇവിടെ പുരുഷന്മാരില്ലേ? ഉണ്ട്.
വേറുള്ളവർക്കൊക്കെ വെള്ളം തെറിച്ച് പുറപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. അതിനൊന്നും അത്ര വില വെച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ പഠിച്ച തമ്പുരാൻ, നിങ്ങൾ എന്താണെന്ന് കൂടിത്തരി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ പടുത്തു, എന്നിട്ട് അള്ള മനുഷ്യൻ എന്നിട്ട് മനുഷ്യൻ അള്ള ആക്കിക്കൊടുത്തു നസബൻ, കുടുംബ ബന്ധവും, വസിഹ്റൻ, വിവാഹ ബന്ധവും. ഇവിടെ ഒരു കുടുംബം പിറവിയെടുക്കാൻ പോവാണ്, ഇവിടെ ഒരു വിവാഹ ബന്ധം ഉറക്കാൻ പോവാണ്. അള്ള എന്തിനും കഴിവുള്ളവനാണ്. അപ്പൊ ഇവിടെ അള്ളാന്റെ ഖുദ്റത്ത് എന്ന വാക്കുകൊണ്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിവാഹ ബന്ധത്തിൽ വെളിവാകും എന്ത്? അള്ളാന്റെ ഖുദ്റത്ത്. ഒന്ന് കൂടി വാ എന്റെ കുട്ടിയെ, എന്താണ് നിങ്ങൾ ഇരിക്കുന്നത്? ആയത്തിന്റെ അത്ര വലിപ്പത്തിൽ അള്ളാന്റെ സിഫത്ത് കൊടുത്തിട്ടുണ്ട്. അള്ള എന്തിനും കഴിവുള്ളവനാണ്. ഇതവിടെ പറയേണ്ട ആവശ്യം എന്താ? അള്ളാന്റെ മഹാ ഖുദ്റത്ത് ഈ വിവാഹത്തിലൂടെ ഇവിടെ കുട്ടി വെളിപ്പെടാൻ പോകുന്നുണ്ട്. ഇത് മനസ്സിലാക്കണം. എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമല്ല. പരിശുദ്ധ ഖുർആൻ പടച്ചതമ്പുരാൻ തന്നെ അഖിൽ കൊണ്ട്, തൗഫീഖിന്റെ അഖിൽ കൊണ്ട് ചിന്തിച്ച് കിതാബുകൾ പഠിച്ച് പരിശോധിക്കണം. ഞാനൊരു കിതാബ് പഠിച്ച് പരിശോധിച്ച് പറയുകയാണ്. വേറുള്ളവർക്ക് ഇവിടെ പഴയ കാലത്ത് പെണ്ണിട്ടിട്ടില്ലേ? ഉണ്ട്. വേറുള്ള പെൺകുട്ടികളെ ഹബീബ നബി എന്നെ ഇതിനു മുമ്പ് കെട്ടിച്ചിട്ടില്ലേ? ഉണ്ട്. മനസ്സിലായില്ല? ഇതിനു മുമ്പ് വേറെ പെൺകുട്ടികളെ റസൂല കെട്ടിച്ചിട്ടില്ലേ? ഉണ്ട്. അന്ന് ഈ ആയത്ത് അട്ടത്തില്ലേ? ഉണ്ട്. അള്ളാഹ് കിറക്കാഞ്ഞു. ഇതിലാണ് അള്ളാഹ് എന്തുകൊണ്ട് കുട്ടി ഇതിൽ അള്ളാഹിന്റെ ഖുദ്റത്ത് വെളിപ്പെടുന്നുണ്ട് ഈ വെള്ളത്തില്. മനസ്സിലായില്ലേ? ഇവിടെ പറയുന്നത് എന്താ? വെള്ളത്തിൽ നിന്ന് ആരെ പടച്ചു? മനുഷ്യനെ. എല്ലാ മനുഷ്യനും മനുഷ്യനാവൂല, എല്ലാ വെള്ളം വെള്ളമാവൂല. എന്നിട്ട് എന്താ പറയുന്നത്? കുഞ്ഞെ, എന്താണ് കുട്ടികളെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? ഞാൻ എന്ത് പറയുന്നത് എന്താണെന്ന് മുപ്പത്തടി സഹോദരങ്ങളെ, നിങ്ങൾ ഓഫീസിന്റെ ലേബിളിൽ ചിന്തിക്കാതെ നിങ്ങൾ നേരിൽ ചിന്തിക്കുക സഹോദരങ്ങളെ. നിങ്ങൾക്കുള്ള ഇത് തുറന്നു തരും ജനങ്ങളെ. ഇത് അത്ഭുതമല്ലേ? മുത്തുനബി വേറുള്ള പെൺകുട്ടികളെ നേരത്തെ കെട്ടിച്ചിട്ടില്ലേ? ഉണ്ടില്ലേ കുട്ടികളെ? എന്ത് അന്ന് ലൗഹിൽ മഹ്ഫൂദിൽ അള്ള ഈ ആയത്ത് എഴുതിച്ചിട്ടില്ലേ? അന്ന് ജിബ്രീലിന് വേറെ പണിക്കോയിരുന്നോ? വേറുള്ള പെൺകുട്ടികൾ റസൂലുള്ളാഹിക്ക് നേരത്തെ ഉണ്ടായതാണ്. അതിൽ ചെറിയ മോളാണ് ആര്? ഫാത്തിമ. അപ്പൊ കെട്ടിക്കൽ നേരത്തെ നടത്തിയിട്ടുണ്ട്. മഹാന്മാർക്ക് തന്നെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസ്മാൻ മഹാനാണ്, ചെറിയ ആളൊന്നുമല്ല, വലിയ മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ. മനസ്സിലായില്ലേ? അന്ന് ലൗഹുൽ മഹ്ഫൂദിൽ ഈ ആയത്തുണ്ട്. ജിബ്രീൽ അല്ലാഹുവിന്റെ ഖാദിമമാണ് അലൈഹിസ്സലാം. ജിബ്രീൽ വേറെ പണിക്ക് പോയത് കൊണ്ട് നേരം കിട്ടാത്തതുകൊണ്ടല്ല. അന്നൊന്നും ഇത് അള്ളാഹ് ഇറക്കിയില്ല. കുടുംബ ബന്ധത്തിന്റെ ആയത്ത്. പ്രധാനപ്പെട്ട വെള്ളം, അതിൽ നിന്ന് ബശറ മനുഷ്യനെ പഠിച്ചു. അപ്പോൾ എല്ലാ വെള്ളവും വെള്ളമല്ല, എല്ലാ വെള്ളത്തിൽ നിന്നുണ്ടായത് മനുഷ്യന്മാരും അല്ല. അങ്ങനെ അർത്ഥമുണ്ട്. മനുഷ്യക്കോലുണ്ട്, മനുഷ്യനുണ്ട്. അങ്ങനെ തന്നെയല്ലേ? മനുഷ്യക്കോലുണ്ട്, മനുഷ്യനുമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കും. ഞാൻ ഈ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വെളിപ്പെടുത്തിയ സത്യം നിങ്ങൾ ഇരുന്ന് ആലോചിക്ക്. ഇത് ഫാത്തിമ ബിവിയെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അലിയാർ റളിയല്ലാഹു അൻഹുമ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കിയ ആയത്താണിത്. ഇവിടെ അല്ലാഹ് പറയുന്നത് വകാന റബ്ബുക ഖദീറാ. അപ്പോൾ അല്ലാഹുവിന്റെ ഖുദ്റത്ത് അതിൽ വെളിപ്പെടും. ആ ഖുദ്റത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ഇതാ സമസ്തയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ആൺകുട്ടി, ഈ ഖുദ്റത്ത് വെളിപ്പെട്ടതാണത്. പാണക്കാട്ടത് വേറൊരു ആൺകുട്ടി, ആ ഖുദ്റത്ത് വെളിപ്പെട്ടതാണത്. ലോകം കണ്ട മഹാന്മാരായ സീതന്മാരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അള്ളാന്റെ ഖുദ്റത്ത് വകാന റബ്ബുക ഖദീറാ. അള്ളാന്റെ ഖുദ്റത്ത് വെളിപ്പെട്ടതാണതെല്ലാം. ചിന്തിക്ക്. ശംസുൽ ഉലമയുടെ കാലിന്റെ ചുവട്ടിൽ മറ്റുള്ളവർ എന്ന് പറയലല്ലേ വൽപ്പത്തരം?
പക്ഷേ പറയണത് അങ്ങനെയല്ലല്ലോ. തങ്ങന്മാരെ കാലിന്റെ ഒട്ടിൽ ശംസുലമയുടെ തലയാണല്ലോ. അപ്പോഴും ഷറഫാരിക്ക ഫാത്തിമക്കല്ലേ? അപ്പൊ ഷറഫാരിക്ക ഫാത്തിമക്കല്ലേ? ആ ഷറഫിനെ തെരഞ്ഞെടുത്തുന്നതാണ് ഇയാളെ ഷറഫ്. ആ ഷറഫ് തിരിഞ്ഞു എന്നുള്ളതാണ് ഇയാളെ ഷറഫ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഒരാളുടെ തല വേറൊരാളെ കാലിന്റെ ചോട്ടിലാണ് ഇയാളുടെ തല എന്ന് പറയുന്നത് മോശല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ അഭിമാനത്തോടുകൂടെ പറയാണെന്ത്? ഇന്നാലിന്ന ആളുകളുടെ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങന്മാരുടെ തങ്ങളടക്കമുള്ള സീതന്മാരുടെയും ബാലവി കബീലയിൽ യമനിൽ നിന്ന് വന്ന സാദാത്യങ്ങളുടെയും കാലിന്റെ സുവത്തിലാണ് ഈ ഉമ്മത്ത് കണ്ടിട്ടുള്ള 20-ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ആഴമേറിയ പണ്ഡിതന്മാരിൽ നിപുണനായ ഒരാൾ. നിപുണന്മാരിൽ നിപുണൻ. തുല്യനല്ല. 1000 ആളുകൾ കൂടിയാൽ അവിടെ എത്തൂല, 10,000 കൂടി എത്തൂല. അത്രയും വലിയ ആളാണ് ആള്. സംശയിക്കണ്ട. സംശയിച്ചോ എനിക്ക് സംശയമില്ല. ശംസുൽ ഉലമ എന്ന മഹാന് വലിയ മഹാനാണ്, ചെറിയ ആളല്ല. രണ്ടും ഒപ്പിച്ചു എന്നതാണ് ആ മനുഷ്യന്റെ പ്രത്യേകത. ചിന്തിക്ക്. സിയന്മാരാണ്, അസ്റാറിന്റെ ശൈഖാണ്. അത്തിപ്പറ്റ മേടിയാരാ സുന്നത്തെ ഹയാത്താക്കിയ ഒരു സാധുവായ പണ്ഡിതനാണ്. ശംസുലന്മാരാ ഇതൊന്നുമല്ല, സുന്നത്തെ ഹയാത്താക്കിയ പണ്ഡിതനാണ്. തഹദിയാത്ത് വെല്ലുവിളികൾക്ക് മറുപടി പറഞ്ഞ മഹാനാണ്. കശിഫ കൊണ്ടും അസ്റാറ് കൊണ്ടും സംസാരിച്ച മഹാനാണ്. സിയം വലിയുള്ളാന്റെ മേലെയാണ്, അവരെ ഉസ്താദാണ്. അവരോളം പോന്ന ഒരാൾ ആരുമല്ല. ഉലമായിന്റെ പട്ടികയിൽ 1900 മുതൽ 2018 വരെ കേരളത്തിൽ എണ്ണാവുന്ന കൂട്ടത്തിൽ ഉലമായിന്റെ കൂട്ടത്തിൽ തെർബിയത്ത് അവകാശപ്പെടാനുള്ള ഒരു മഹാൻ സംഘടനാ ലോകത്തൊക്കെ മാണിക്ക കൊട്ടാരത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ശൈഖുനാ ശംസുൽ ഉലമയാണ്. കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ ആരാണ്? കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ ഖിറാഅത്ത് പോലും ചെയ്യാതെ അള്ളാഹനെ ഭയപ്പെട്ട് ജീവിച്ച സാത്വികനായ ആലിമാണ്. പക്ഷേ ശംസുൽ ഉലമ അങ്ങനെയല്ല. ശംസുൽ ഉലമ അസ്റാറിന്റെ ശൈഖാണ്. രണ്ടും 2 വകുപ്പാണ്. ശംസുൽ ഉലമയിൽ സിഎമ്മുണ്ട്, ശംസുൽ ഉലമയിൽ ആലിമുണ്ട്. ശംസുൽ ഉലമയിൽ തൃപ്പഞ്ച് ഉസ്താദും അതിന്റെ അപ്പുറമുണ്ട്, സിഎമ്മും അതിന്റെ അപ്പുറമുണ്ട്, ഇൽമും അതിന്റെ അപ്പുറമുണ്ട്. കാമിലായപ്പോൾ മജുദൂബായില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലാകാതെ പോകരുത്. എല്ലാരും ഒരു കണ്ണിൽ കാണരുത്. പത്രങ്ങൾ പലതും എഴുതും, അതിന്റെ പിന്നാലെ ഓടണ്ട. പത്രത്തിന്റെ പണി എന്താ? പത്രത്തിന്റെ പണി അവരുടെ കോളം നടക്കാനുള്ളതാണ്. എഴുത്തുകാരുടെ പണി എന്താ? എഴുത്തുകാരുടെ പണി അവരെ ഏർപ്പാട് നടത്താനുള്ളതാണ്. അവർക്ക് അവരുടെ നെയിം ബോർഡ് വരിക എന്നുള്ളതാണ്. മനസ്സിലായോ പറഞ്ഞത്? ആ മനുഷ്യന്റെ പ്രത്യേകത എന്ത്? ആ മനുഷ്യൻ ആരാണ്? കേരളത്തിൽ തികഞ്ഞ ശരിയാത്തിന്റെ ആളാണ്, തികഞ്ഞ ത്വരീഖത്തിന്റെ ആളാണ്, തികഞ്ഞ ഹഖീഖത്തിന്റെ ആളാണ്, തികഞ്ഞ മാരിഫത്തിന്റെ ആളാണ്. ഇതെല്ലാം പറയാൻ ഒറ്റ ഒരു ആൺകുട്ടി ഇല്ല, വേറെ ഇല്ല. ശംസുൽ ഉലമയെ പോലെ ഇല്ല. ആലിമാകാൻ വേറെ ആളുണ്ട്, ശൈഖാകാൻ വേറെയും ആളുണ്ട്. ഇത് ഒരേ സമയത്ത് അസ്റാറിന്റെ ശൈഖാണ്, അതേ സമയത്ത് നിറഞ്ഞ ശരീഅത്തിന്റെ ആലിമാണ്. സത്യല്ലേ? സിഎമ്മിനെ കൊണ്ട് നടക്കുന്നത് ശംസുൽ ഉലമയെ കൊണ്ട് നടക്കും, ശംസുൽ ഉലമയെ കൊണ്ട് നടക്കണോ നടക്കും, സിഎമ്മിനെ കൊണ്ട് നടക്കണോ നടക്കും, തൃപ്പഞ്ചിയെ കൊണ്ട് നടക്കണോ നടക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അങ്ങനത്തെ മനുഷ്യൻ കിടക്കുന്നത് എവിടെയാണ്? ഫാത്തിമ ബിവിയുടെ കുട്ടിയാളെ കാലിന്റെ ചോട്ടിലാണ്. അപ്പോഴും ഷറഫാക്കപ്പെട്ട ആൾ ആരാണ്? ഫാത്തിമയാണ് കുട്ടി. റളിയല്ലാഹു അൻഹാ. ഇവർക്ക് മാറ്റം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഫാത്തിമ ബിവിയുടെ കുട്ടികളുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കാൻ അല്ലാഹു തആല ഇവരെ തെരഞ്ഞെടുത്തു എന്നത് ഇവരെ ഉൽപ്പത്തരാണ്. അതെല്ലാരും ഇല്ല. നമ്മൾ വിചാരിച്ചത് കിട്ടൂല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായ കുട്ടികളെ? എന്താണ് ഇതൊക്കെ? എത്രയിലൊക്കെ ചിന്തിക്കാനുള്ളത്?
ഭയങ്കര ചിറ്റിക്കണ്ട് അതില്. അവരൊക്കെ നല്ലവരല്ലാണ്. പക്ഷെ ശംസുലമ വേറൊരാളാണ്, അത് വേറിട്ട ഒരാളാണ്. തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ നമ്മളെ ഉമ്മത്തിൽ സുന്നത്ത് ഹയാത്താക്കിയ സ്വാത്വികനായ സ്വാലിഹായ മനുഷ്യനാണ്. യാതൊരു സംശയമില്ല. നാളെ ഞാൻ അല്പഭാഗം അതിനെക്കുറിച്ച് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നാളെ അല്ലാഹു തആല അതിനെപ്പറ്റി പറയാൻ തൗഫീഖ്. സ്വാലിഹായ മനുഷ്യനെ മുത്തബിഉ സുന്നത്താണ്. പക്ഷെ അസ്റാറിന്റെ ഷെയ്ഖാണോ? അല്ല. ഒരു സീമനെ പോലത്തെ ഒരു വലിയാണോ? അങ്ങനെയൊന്നും അല്ല. പക്ഷെ ആരാണ് ഈ നിലക്ക് വലിയ എന്ന് പറയാൻ എമ്പാട് അവകാശമുണ്ട്. എന്തുകൊണ്ട്? ഇന്നത്തെ ഒരു കാലത്ത് ഒരാൾ സുന്നത്തിനെ ഹയാത്താക്കി മുഅ്മിനായി ജീവിച്ചാൽ തന്നെ ആളാരാണ്? വലിയാണ്. ആലാസ്. പക്ഷെ അപ്പൊ നോക്കിയിട്ട് പുറത്ത് വർത്താനം പറഞ്ഞ അങ്ങനത്തെ ഒരാളല്ല. പക്ഷെ അങ്ങനത്തെ ആളുമാണ് ആര്? ശംസുലമ. ഇൽമിൽ ആരെക്കാളും മേലെയാണ്, മാരിഫത്തിലും ആളെക്കാളും മേലെയാണ്. അങ്ങനത്തെ ആള് ഒരു 300 കൊല്ലത്തിലൊക്കെ ഒരാൾ വരുള്ളൂ, ചിലപ്പോൾ 500 കൊല്ലത്തിൽ ഒരാൾ വരുള്ളൂ. എനിക്ക് തോന്നുക മഹ്ദൂമിന് ശേഷം അങ്ങനത്തെ ഒരാള് ഈ രംഗത്ത് നിറഞ്ഞ ഒരാള്, എല്ലാം തേഞ്ഞ ഒരാൾ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. ഒരു 500 കൊല്ലത്തിനുള്ളിൽ അപൂർവ ഒരാളാണ് ശംസുലമ റഹ്മത്തുള്ള. അത് വേറെ കുറെ ആൾ. ഇപ്പോൾ താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ് വലിയ മഹാനാണ്, ഷെയ്ഖാണ്. CM വലിയ ഷെയ്ഖാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇവരൊക്കെ വലിയ ആളുകളാണ്. കൈപ്പറ്റ വലിയ ആലിമാണ്. സാഖുദോരി വലിയ ആലിമാണ്. ആരല്ല? വലിയ ഷെയ്ഖൊന്നുമല്ല, വലിയ ആലിമാണ്. എല്ലാം നിറഞ്ഞ ഒരാളാണ് ശംസുലമ റഹ്മത്തുള്ള. പക്ഷെ ആ മഹാനെ അള്ളാഹ് തെരഞ്ഞെടുത്തത് ഈ കുട്ടികളെ കാലിന്റെ ചുവട്ടിൽ കിടക്കാൻ തെരഞ്ഞെടുത്തു എന്നുള്ളത് ആ തലന്റെ ബർക്കത്താണ്. അവിടെ ഷറഫാർക്ക് തന്നെയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹാ, വേറെ റസൂലുള്ളാഹിക്ക് പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഈ പദവിയില്ല. അവർ മാധ്യമല്ലാണ്, അവർ സ്വർഗത്തിലില്ലേ? ഉണ്ട്. ആ കുട്ടികളില്ല, അവരും സ്വർഗത്തിൽ തന്നെയാണ്. പക്ഷെ ആരുടെ പദവിയില്ല? ഫാത്തിമ. ഉറക്കെ പറ, ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവിടെ ഭയങ്കര വർത്താന. ഏത്? വകാന റബ്ബുക ഖദീറാ. മുജ്മഉ സവായിദിൽ ബഹുമാനപ്പെട്ട ഇമാം ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. അന അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ഖാല ഉഹദ്ദിദുകും ബിഹദീസിൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി എന്ന് കേട്ട വാക്ക് ഞാൻ ഹദീസിൽ ഞാൻ പറയുന്നു. ത്വബറാനി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? ഖാല ജിബ്രീലു, ഞാൻ ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി പറയാണ്, ഞാൻ ജിബ്രീലിന്റെ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഖാല ജിബ്രീലു, ജിബ്രീൽ പറഞ്ഞു, ഇന്നല്ലാഹ അല്ലാഹു തആല ബനാ ജന്നത്തൻ മിൻ ലുഅലത്തി ഖസബിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല രത്നത്തിന്റെ ഒരു സ്വർഗ്ഗം ഉണ്ടാക്കിയിട്ടുണ്ട്. രത്നത്തിന്റെ കൊള്ളിക്കഷ്ണങ്ങൾ, അതുകൊണ്ട് രത്നത്തിന്റെ മരക്കൊമ്പുകൾ, അതുകൊണ്ട് അല്ലാഹു തആല ഒരു സ്വർഗ്ഗം ഉണ്ടാക്കിയിട്ടുണ്ട്. ബൈന കുല്ലി ഖസബത്തിൻ ഇലാ ഖസബത്തിൻ ലുഅലത്തുൻ മിൻ യാഖൂത. ഈ മുത്തിന്റെ കൊമ്പുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു വെച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? അല്ലാഹു തആല നിറച്ചു വെച്ചിട്ടുണ്ട്. എന്തിന്? മിൻ യാഖൂത, മാണിക്കക്കല്ലിനാൽ. ആ മാണിക്കക്കല്ല് മുശസ്സറത്തുൻ ബിദ്ദഹബി, സ്വർണത്തിന്റെ മണി കൊണ്ട് കോർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതിമനോഹരമായ ലുഅ്ലുഅത്ത് എന്ന് പറഞ്ഞാൽ മുത്ത്, യാഖൂത്ത് മാണിക്കക്കല്ല്. നമ്മളെ വർത്താനത്തിലെ മാണിക്കക്കല്ല, ഒറിജിനൽ മാണിക്കക്കല്ല്. നമ്മളൊരാളോട് പറയും മാണിക്കക്കല്ല്, അതുകൊണ്ട് എന്താവില്ല? മനസ്സിലായില്ല? വിയർത്തിട്ട് നാറിയിട്ട് നിൽക്കണവനോട് നമുക്ക് എന്ത് പറയാ? നമ്മളെ സ്നേഹം കൊണ്ട് മാണിക്കക്കല്ല് എന്നറിയാം. അങ്ങനെയല്ല, ഇത് ഒറിജിനൽ മാണിക്കക്കല്ല് എന്ന്. ആ സ്വർഗത്തിന്റെ മേൽക്കൂര ആക്കിയിട്ടുണ്ട്. പച്ച ഗോമേതകത്തെ. സബർജദ് ഗോമേതകം, അഖ്ലർ പച്ച ഗോമേതകം. ഇതൊക്കെ നിങ്ങളോട് പറയാന്നേ എനിക്കറിയുള്ളൂ. ഞാനിപ്പോ ഇതൊന്നും കണ്ടുവരല്ലോ. മനസ്സിലായില്ല? പച്ച ഗോമേതകം, അത്രയും. സബർജദിന്റെ അർത്ഥം ഗോമേതകം എന്നാണ്. അതായത് ഒന്ന് രത്നം, ഒന്ന് മാണിക്കക്കല്ല്, ഒന്ന് ഗോമേതകം. പിന്നെ 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 മാണിക്കക്കല്ല് കൊണ്ട് കിരീടമണിയിക്കപ്പെട്ട രത്നങ്ങൾ കൊണ്ട് വലിയ 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 തൊപ്പികൾ, വലിയ വലിയ ഉഷാറുള്ള വലിയ ഉയർന്ന സ്ഥാനങ്ങളും ആ മാളികയിൽ വെച്ചിട്ടുണ്ട്, കിരീടം പോലെ. പിന്നെ സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ടും
വെള്ളിയുടെ ഇഷ്ടിക കൊണ്ടും സമ്മിശ്രമായി അതിൽ അല്ലാഹു തആല മനോഹരമായ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റമുത്തിന്റെ ഇഷ്ടികയും ഒലബിനത്തമ്മിൻ യാഖൂത്തിൻ മാണിക്കക്കല്ലിന്റെ ഇഷ്ടികയും ഒലബിനത്തമ്മിൻ സബർജദിൻ ഗോമേദകത്തിന്റെ ഇഷ്ടികയും പിന്നെ അതിന്റെ സൈഡിൽ അരുവികളുണ്ട്. തെമ്പുഴ അരുവികൾ ഉറവയെടുക്കുന്നുണ്ട്. ഈ മനോഹരമായ കൊട്ടാരത്തിന്റെ സൈഡുകളിലൂടെ അതൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് തൊബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മജ്മഉ സവായിദിൽ ഇമാം ഹൈസമി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നത്തമായത്തിന്റെ മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ഉറവകളങ്ങൾ പോയിടത്ത് അല്ലാഹു തആല മനോഹരമായ അരുവികൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ആ അരുവിക്കരകളിലും മനോഹരമായ കുപ്പകളുണ്ട് രത്നത്തിന്റെ. ഒരു പ്രത്യേകതരം മരങ്ങൾ അവിടെ വളർന്നു അവിടെ ഇങ്ങനെ ഇടമുറ്റി നിൽക്കുന്നുണ്ട്. മരക്കൊമ്പുകൾ തന്നെ അതിമനോഹരമായ മരക്കൊമ്പുകളിൽ അതിമനോഹരമായ അലങ്കാര കുബ്ബകൾ കാണുന്നുണ്ട്. എവിടെയും അതിമനോഹരമായ കട്ടിലുള്ള റൂമുകളുണ്ട്. മിൻദുറത്തിൻ ബൈളാ അതിമനോഹരമായ വെള്ളമുത്തിനാൽ നേരിയപ്പെട്ടും കെട്ടിപ്പെട്ടുമെല്ലാം അതിന്റെ സൈഡുകളിലുണ്ട്. അതുകൊണ്ട് മൂടിയിട്ടുണ്ട്. കൊണ്ട് അതിന്റെ ഭൂമിയിൽ മണ്ണിൽ വിരിച്ചിട്ടുണ്ട്. മിസ്കും അമ്പറും വേറെയുമുണ്ട്. അങ്ങനെ മനോഹരമായ ഭൂമിയിൽ കസ്തൂരിയുണ്ട്, കുങ്കുമമുണ്ട്, അമ്പറുണ്ട്, എല്ലാം. അതിന്റെ ഓരോ കുബ്ബകളിലും ഹൗറുല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓരോ കുബ്ബകൾക്കും 100 വാതിലുകളുണ്ട്. അതായത് സമയത്ത് ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും വന്നിട്ടില്ലാത്ത അതിമനോഹരമായ കുബ്ബകളും കൊട്ടാരക്കെട്ടുകളും പണിതിട്ടുണ്ട് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു അലൈഹിസ്സലാം എന്ന്. പിന്നെയോ ആ കുബ്ബകളിലെല്ലാം അതിമനോഹരമായ എഴുത്തുകളുണ്ട്. കുബ്ബകളെ ചുറ്റും എഴുത്തുകളുണ്ട്. കിതാബത്ത് ആയത്തുൽ കുർസി. മനസ്സിലായില്ല? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذنി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ശൈഉൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയുസ് സമാവാതി വൽ അർള് വലാ യഊദു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അങ്ങനത്തെ കൊട്ടാരങ്ങളുണ്ട്. വേറെയും നൂറുൽ അബ്സാർ അതേ ഹദീസുകൾ നൂറുൽ അബ്സാറിലും കാണാം. നൂറുൽ അബ്സാറാണ് ഇത്. മനോഹരമായ സൈഡുകളെല്ലാം ആയത്തുൽ കുർസി ഇങ്ങനെ മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ അനവധി കൊട്ടാരക്കെട്ടുകള്. ഒരു റിവായത്തിൽ 70 കൊട്ടാരങ്ങൾ ഒറ്റ സൈഡില്. ഇത് പ്രത്യേകമായ കൊട്ടാരക്കെട്ടാണ്. ഈ കൊട്ടാരക്കെട്ട് അല്ലാഹു ഇപ്പോൾ തന്നെ മനോഹരമായി പണിത് വെച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനാ ജിബ്രീൽ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ആർക്കാണത് ഇത്ര മനോഹരമായി അല്ലാഹു പണിഞ്ഞത്? അപ്പോൾ പറഞ്ഞു, അത് പുതിയാപ്പിളക്കും പുതിയണ്ണിനും പണിഞ്ഞു വെച്ചതാണ്. ആരാണ് പുതിയാപ്പിള? സയ്യിദുനാ അലി. ആരാണ് പുതിയണ്ണ്? ഫാത്തിമത്തു സഹറ. ഒരു റിവായത്തിൽ നൂറുൽ അബ്സാറാണ്. സുന്നത്തുമായത്തിന്റെ കിതാബാണ് നൂറുൽ അബ്സാർ. നൂറുൽ അബ്സാറിലുണ്ട്, നൂറുൽ അബ്സാറിലുണ്ട്. അങ്ങനെ 70ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു തആല സ്വർഗത്തിൽ ഇതിന് സമാനമായി ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അത് പുതിയാപ്പിളക്കും പുതിയണ്ണിനുമായി അല്ലാഹു ഉണ്ടാക്കി വെച്ചതാണ്. ആരാ പുതിയാപ്പിള? സയ്യിദുനാ അലി. ആരാ പുതിയണ്ണ്? ഫാത്തിമത്തു സഹറ എന്ന് വിവാഹ സമ്മാനമായി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് വേറെ ഹദീത്ത് ഞാൻ പിന്നെ വായിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.